അപ്പോൾ നമ്മളൊന്ന് പൊക്കലം പോവാണ്. പൊക്കലം. അപ്പോൾ നമ്മൾ അങ്ങനെ പൊക്കലം പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിളാണ്, ഒറ്റ സൈക്കിളുള്ളൂ. നമ്മൾ 3 പേരുണ്ട്. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പൊക്കലെത്തണം. അപ്പോൾ നിങ്ങൾക്ക് പൊക്കലത്തേക്കുള്ള വഴിയൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ വരണമെങ്കിലൊക്കെ വന്നോട്ടെ, എല്ലാവരും വരണമെങ്കിലൊക്കെ വന്നോ. നല്ല ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ആരും വന്നിട്ട് പിന്നെ ഒന്നും തെന്നി വീഴാനൊന്നും നിൽക്കരുത്. ഇത് നമ്മ പറഞ്ഞിട്ടിനി പോയിട്ട് ആരും വീഴാനൊന്നും നിൽക്കരുത്. അപ്പോൾ നമുക്ക് പൊക്കലം എന്തായാലും പോവാം. നമ്മളിപ്പോൾ കോരഞ്ചേരി എത്തിയേർക്കാണ്. ഇനി ഇവിടുന്ന് ഒരു 2-3 വളവൊക്കെ ഉള്ളൂ കേട്ടോ. ബോട്ടിന്റെ ഫോട്ടോ ഉണ്ട് റൊണാൾഡോ. ഇതാ അവിടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളായിട്ട് വെച്ചൊരു ഫ്ലക്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പൊക്കലം ഈ വീഡിയോ നോക്കിയിട്ട് വന്നോ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ പകുതി ദൂരം എത്തിയപ്പോൾ നമ്മുടെ കോരഞ്ചേരി തന്നെ ഏറ്റവും നല്ല മലയാണ്. ഇവിടെ പാലക്കുഴി മല, നല്ല വെള്ളച്ചാട്ടമൊക്കെ ചാടുന്ന ഒരു മലയാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു റോഡുണ്ട്, സൈഡിലായിട്ട് കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു റോഡാണ്. അപ്പോൾ ഇനി വല്ലതൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ പൊക്കലം മലേൻ്റെ അടുത്തൊക്കെ എത്തി. ഇതെവിടെയാണ് തണ്ണിമത്തൻ്റെ എന്തോ ഒരു കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇത് പൊക്കലം മലേൻ്റെ അങ്ങോട്ടൊക്കെ എത്താറായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോഡ്വിന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കയറ്റത്തിന് നമ്മൾ ഗോഡ്വിൻ കയറ്റം നോക്കാനാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം 3 പേര് വെച്ച് കയറ്റാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഗോഡ്വിൻ പിന്നെ പവർഫുൾ ആയതുകൊണ്ട് കയറ്റിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ കയറും. എനിക്ക് നടക്കാൻ തന്നെ പാടുണ്ട് കിട്ടാൻ വന്നിട്ട് കയറാൻ ആയി. കയറി അപ്പോൾ നമ്മൾ പൊക്കലെത്തിയിട്ടുണ്ട്. പൊക്കലം മലയിൽ പോകണോ? ഇതവിടെ അപ്പോൾ അവിടെ ഒരു മലയുണ്ട് കേട്ടോ. ഫുൾ വ്യൂ കാണിക്കാൻ പറ്റിയൊരു മലയാണ്. ഒന്ന് കാണിച്ചത് ഇതിൽ കൂടെ കയറി ഈടെ കൂടെ അല്ലേ ഈടെ കൂടെ അല്ല ആദ്യം എന്നാൽ പിന്നെ നമുക്ക് എന്നാൽ പിന്നെ ആദ്യം നമുക്കൊന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ അവിടെ പോവാം. എന്നാൽ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൊക്കലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ കനാലിൻ്റെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നൊന്ന് നോക്കിയാൽ കാണുമെന്നാണ് തോന്നുന്നു. കാണേണ്ടതാണ്. എന്നാലും അവിടെ ഒരു വളവുണ്ട്, അത് കഴിഞ്ഞാൽ കാണും. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റോഡൊക്കെ മുങ്ങിക്കിടക്കായിരുന്നു കേട്ടോ. റോഡൊക്കെ മുങ്ങി വണ്ടി ഒരാൾ വന്നിട്ടിങ്ങനെ എന്ത് ചെയ്തു, സ്കൂട്ടിയും കൊണ്ട് പോയതാണ്. ആള് വീണു. അല്ല, ആളിൻ്റെ അവിടെ സൈലൻസറിൻ്റെ അകത്ത് വെള്ളം കയറി. സൈലൻസറിൻ്റെ അവിടെ വെള്ളമൊക്കെ കയറി, വണ്ടിയൊക്കെ നിന്നു. അപ്പോൾ ഇതാണ്ട കനാല് വെള്ളം കുറഞ്ഞു. ഈ റോഡൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. അന്ന് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. കാലിൻ്റെ മുട്ട് വരെ ഉണ്ടായിരുന്നു വെള്ളം. അമ്മാതിരി വെള്ളമാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ കുളിക്കാൻ വരാം. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമൊക്കെ അവിടെയൊക്കെ ഒന്ന് കുളിക്കാൻ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നു. വെള്ളം കൂടി കഴിഞ്ഞാട്ടം ഇവിടെയൊക്കെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, പറയാനേ പറ്റില്ല മോനതാ. ഇതെവിടെ ഒരു തിട്ട് കാണും കേട്ടോ. നമുക്ക് ഇവിടെ ഒരു തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു തിട്ടുണ്ട്. ആ തിട്ടൊന്നും കാണാത്ത അവസ്ഥയുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ അവിടെ കയറി ഈ റോട്ടിലൊക്കെ വെള്ളം വരേണ്ട അവസ്ഥയാണ്. എൻ്റെ പൊന്നോ, പറ്റില്ല മോനെ. മാത്രം കൊടുക്കേ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞോട്ടൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു തെങ്ങിലൊക്കെ കയറി ഞങ്ങൾ തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറങ്ങണ്ട എങ്ങിട്ടാണ് ആളുണ്ട്. എന്ത് കുളിക്കാനാ വന്ന് കാണാൻ പയ്യൊന്ന് ഇറങ്ങിക്കോട്ടാ. തെന്നുണ്ടോ നോക്കട്ടെ. സ്റ്റെപ്പ് ഗോഡ്വിനെ തെന്നുണ്ടാ. ഇവിടെ എന്തൊക്കെ
വേണ്ട ഒഴുക്കാണ്. ഇന്നലെ പാലക്കുഴി മലയിലൊക്കെ ഇങ്ങനെ പറയല്ലേ. ഇതാണ്ട് അവിടെയൊക്കെ ആയിട്ട് ഒരു മലയുണ്ട് കേട്ടോ. അവിടെ കോറിയൊക്കെ ഉണ്ട്, നല്ല ആളുള്ളതാണ്. ഞാനെന്തായാലും കാലം നനക്കുന്നുണ്ടാവും. മതി 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 മതിയേ മതിയില്ലേ? സമാധാനായില്ലേ? വാ വാ പോവാ. ഇത് ഇപ്പുറത്ത് കാണിച്ചു തരാം കേട്ടോ ഒഴുക്ക്. ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് വന്നാന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറിയതാ. ഇവിടെ ഒക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് ഒരേട്ടൻ സ്കൂട്ടിയും കൊണ്ട് വന്നാണ്. സ്കൂട്ടിയും കൊണ്ട് വന്നിട്ട് ആളുടെ സൈലൻസറിൻ്റെ അവിടെ വെള്ളമൊക്കെ കയറി വണ്ടിയും ചാട്ടാവാണ്ട് ഇതാ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒലിച്ചതാ. അപ്പുറത്ത് അത്ര വെള്ളമായിരുന്നു. ഞാൻ എന്നാൽ പിന്നെ അപ്പുറത്ത് പോവാ. ഞാൻ അവിടെ നിൽക്കണ്ട, അപ്പുറത്ത് പോവാ. അപ്പുറത്ത് തീർക്കാട്ട് നല്ലതാണ്. വാ ഞാൻ തെന്നി വീഴും കേട്ടോ. നമ്മൾ ആ അറ്റത്തേക്ക് പോകാൻ പോവാണ്. നമ്മൾ അറ്റത്തേക്ക് പോകണം. അറ്റത്ത് എൻ്റെ പൊന്നു, അറ്റത്ത് നമുക്ക് പോയിട്ട് ഇനി ബാക്കിയാണ് കേട്ടാ. അറ്റത്തിലാണ്ട് യൂട്യൂബിലോ ആ അറ്റത്തുണ്ട് ഇല്ലേ? അപ്പോൾ പോവാട്ടെ നമുക്ക്. വാ യൂട്യൂബില്ലേ, ടി വിയിലല്ലാണ്ട്. ആ അപ്പൊ ചാനലുണ്ട്. ആ വിഷ്ണു, ശ്രീ വിഷ്ണു എന്ന് പറഞ്ഞ പേര് ചെയ്തിട്ട് ഇഷ്ടന്മാര് കറങ്ങാൻ വരാന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ 2 കൂട്ടുകാരന്മാര് വരണ്ടേ. നമ്മുടെ 2 കൂട്ടുകാരന്മാര് വരണ്ട. അവന്മാർ കണ്ടോന്ന് അറിയില്ല കേട്ടോ. കണ്ട് ഞാൻ മറ്റേ വഴിയാണ് നോക്ക്. അവിടെ നിൽക്കണ്ട ആൾക്കാരുണ്ടല്ലോ. അവിടെ ആൾക്കാരുണ്ടാവും. ഓ ഏട്ടന്മാരാണെങ്കിൽ സീനാണ്. ഇവിടെയൊക്കെ നാള് വെള്ളമായിരുന്നു കേട്ടോ. അതോ ആ പാടത്തിട്ട് വെള്ളമൊക്കെ പോയോ? ആ സീരിയസ്, ഈ പാടൊക്കെ വെള്ളമായിരുന്നറാ. ഇപ്പഴത്തേക്ക് വെള്ളം ഇതാ കണ്ട റോഡൊക്കെ നോക്ക്. റോഡൊക്കെ കണ്ട ചെറുതായിട്ടെങ്കിലും അറിയില്ല. ചളിയൊക്കെ വന്ന് നടക്കണുണ്ടോ? കനാല് വരുന്നുണ്ടോ? കനാല് ഇതാ ഏട്ടന്മാർ മീൻ പിടിക്കാൻ തോന്നുന്നു. നമുക്കൊന്ന് നോക്കാട്ടോ. ഏട്ടന്മാർ മീൻ പിടിക്കാൻ. ഏട്ടാ മീൻ പിടിക്കണേ കിട്ടിയോ? ആ വീഡിയോ എടുത്ത സീനായ ഞാൻ പറഞ്ഞ പുറത്താക്കി വെക്കാൻ. കനാൽ ആ ഇവിടെ കനാലിൻ്റെ ഇവിടെ പാലത്തിൻ്റെ അവിടെ പൊട്ടിൻ്റെ നേരെ നോക്കിട്ടാ. അല്ലേ നേരെ നിൽക്കാൻ ഇവിടെ നിർത്ത്. ഇവിടെ നിർത്ത്. മാറി ഞാൻ പറഞ്ഞ ഇതാണ് ഇവിടത്തെ കാഴ്ച. നമ്മുടെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ സൈഡിലായിട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇറങ്ങണ്ട കേട്ടോ ആരും. നമുക്ക് നോക്കാം അടി കൂടെ വെള്ളം പോവണേ. കൊണ്ടോ ഇവിടെ ചെറുതായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. പോവാ അപകടം അവന് കോലെടുക്കണമെന്ന്. അവൻ കോലിട്ടുണ്ട്. ഇല്ലറാ കാടില്ല, ഗോൾഫിനെ കാടില്ല. മീനാ മീൻ ചാടി എന്തോ മീൻ ചാടിയതാ പറയുന്നത്. ആ വീഡിയോയില് നോക്കാം വീഡിയോയിലുണ്ടെങ്കിൽ അവിടെ കുറെ അപ്പോൾ ഇത്ര ഉള്ളു പൊക്കല. ഇനി പാറേൻ്റെ അവിടെയാണ്. അവിടെ എത്തിയിട്ട് കാണാം.